ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, എത്ര വിദ്യാസമ്പന്നനായാലും, എത്ര വിവരമുള്ളവനായാലും, എത്ര ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച് പൊതുവിവരവും വിജ്ഞാനവും നേടിയാലും ശരി, അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മതമാണെങ്കിൽ, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മതമാണ് അവനെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ആ വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും കൊണ്ട് മനുഷ്യന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർമാരായ എത്രയോ രാജ്യദ്രോഹികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ഉന്നത പഠനം കരസ്ഥമാക്കിയ ആളുകളിൽ നിന്ന് തലച്ചോറിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മതമാണെങ്കിൽ, അവനിൽ ഇൻജക്റ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ മതമാണെങ്കിൽ, അവനിൽ നിന്നും ഒരിക്കലും ഒരു പുരോഗതിയോ ഒരു വളർച്ചയോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇക്കഴിഞ്ഞ ദിവസം പല ഡോക്ടർമാരും എനിക്ക് മെസ്സേജ് അയച്ചു. അവരൊക്കെ മുസ്ലിങ്ങളാണ്. അതിലൊരു ഡോക്ടർ മിംസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചത്, ഖുർആൻ പഠിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയായി പോയതെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ ഖുർആൻ പരിഭാഷയില്ല. ഒരു പക്ഷേ ഖുർആൻ പരിഭാഷ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് നന്നായി വഴങ്ങുന്ന ഒരു ലാംഗ്വേജിൽ വായിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സംശയം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. പക്ഷേ ഇന്ന് യുവതലമുറ വിദ്യാസമ്പന്നരാകുന്നു. അവർ വിദ്യാഭ്യാസവും വിവരവും നേടുന്നതിനനുസരിച്ച് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നു. അത് ചോദിക്കാൻ, അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ ഒരു വേദി നോക്കി നടക്കുകയാണ് അവര്. ആ കിട്ടുന്ന വേദിയിൽ കൃത്യമായിട്ട്, ഇനി മുസ്ലിം പുരോഹിതനാകട്ടെ യുക്തിവാദികളാകട്ടെ, കൃത്യമായി അവർ അവരുടെ സംശയങ്ങൾ ഇറക്കി വയ്ക്കുന്നു. അവർക്ക് ലഭിക്കാനുള്ള ഉത്തരത്തിന്റെ പിന്നാലെ അവരിലെ അന്വേഷണത്വര സഞ്ചരിക്കുന്നു. പക്ഷേ ഇന്നിപ്പോഴിതാ 3 വയസ്സുള്ള കുഞ്ഞിനെ സുന്നത്ത് ചെയ്യാൻ കൊണ്ടുപോയി കൊന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ടത്. പലപ്പോഴും ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്, ആണിനെയും പെണ്ണിനെയും ഒക്കെ ഇവരെ ചേലാകർമ്മത്തിനിരയാക്കി കൊന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രിട്ടീഷ് പെൺകുട്ടിയെ കെനിയയിലേക്ക് കൊണ്ടുപോയി ചേലാകർമ്മം നടത്തിയ സ്ത്രീക്ക് ബ്രിട്ടനിൽ ജയിൽ ശിക്ഷ വിധിച്ച വാർത്ത ഇതിനോടകം ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം. ബ്രിട്ടനിൽ ഇത്തരത്തിൽ ശിക്ഷ വിധിക്കുന്നത് ആദ്യ സംഭവമാണ്. സൊമാലിയയിൽ ജനിച്ച 16-ാം വയസ്സിൽ ബ്രിട്ടനില് കുടിയേറിയ ആമിന നൂർ എന്ന 40-കാരിയായിരുന്നു 3 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയത്. നമ്മുടെ നാട്ടില് നിരന്തരം ഈ ചേലാകർമ്മത്തിന് ഇടയില് അമിത രക്തസ്രാവമുണ്ടായി കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. പക്ഷേ നമ്മുടെ മുസ്ലിം പുരോഹിതർക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോഴും മാതാപിതാക്കളോട് അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഇതാണ് വിധി എന്ന. ഇത് മരിച്ചിട്ടില്ല, ബ്രിട്ടനിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ അവർക്ക് ശിക്ഷ വിധിക്കാൻ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പുരോഗമന സമൂഹത്തിന് സാധിക്കുന്നു. അവിടെ ഈ സ്ത്രീ പുറത്ത് കാത്തിരിക്കുമ്പോൾ പെൺകുട്ടിയെ അതിഭീകരമാം വിധം ചേലാകർമ്മം നടത്തുകയായിരുന്നു. കുട്ടിക്ക് കുത്തിവെപ്പ് നൽകുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തുകയോ ചെയ്യത്തുള്ളൂ എന്നായിരുന്നു താൻ വിചാരിച്ചത് എന്നാണ് വടക്കൻ ലണ്ടനിലെ ഹാരോയിൽ താമസിക്കുന്ന ഈ അമ്മയായ സ്ത്രീ പറഞ്ഞത്. ഗുഡ്നിൻ എന്ന കർമ്മം അനുഷ്ഠിക്കുകയായിരുന്നു എന്നും അവർ പറഞ്ഞു. എന്നാൽ പെൺകുട്ടിയെ പരിശോധിച്ച മെഡിക്കൽ വിദഗ്ധർ പറയുന്നത് ആ കുട്ടിയുടെ ലൈംഗിക അവയവം ക്രൂരമായ വിധത്തിൽ ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിന്റെ ഫലമായി കുട്ടി അതികഠിനമായ വേദന അനുഭവിക്കുകയും രക്തസ്രാവമുണ്ടാകുകയും ചെയ്തിട്ടുണ്ടാകാം എന്നാണ് അവർ പറയുന്നത്. സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷം കുട്ടി ഇക്കാര്യം തന്റെ അധ്യാപികയോട് പറയുമ്പോഴായിരുന്നു ഈ വിവരം പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട് ആമിന നൂറിനെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസിന് മുമ്പിൽ നൂർ നാടകം കളിക്കുകയായിരുന്നു. ഞെട്ടലോടെയാണ് ചേലാകർമ്മം നടത്തിയ വിവരം താൻ അറിയുന്നത് എന്നായിരുന്നു അവർ ആദ്യം പോലീസിനോട് പറഞ്ഞത്. പിന്നീട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കേണ്ടവര് ചോദിച്ചപ്പോൾ കൃത്യമായി ആമിന തത്ത പറയുന്നത് പോലെ നടന്ന സംഭവങ്ങൾ അങ്ങ് പറഞ്ഞു. നാടകം പൊളിച്ചെഴുതി. ഇപ്പോ 7 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, കുഞ്ഞ് മരിച്ചിട്ടില്ല. എന്നിട്ടും ആ സ്ത്രീക്ക് 7 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചത് അത് ബ്രിട്ടൻ പോലെ ഒരു രാജ്യമായതുകൊണ്ടാണ്. തന്നെയുമല്ല, ആദ്യമായിട്ടാണ് ബ്രിട്ടൻ ഇങ്ങനെ ഒരു ശിക്ഷ വിധിക്കുന്നതും. തുടർന്ന് അങ്ങോട്ട് ഇനി അങ്ങ് പൊയ്ക്കോളും. എല്ലാം തുടങ്ങാനല്ലേ പ്രയാസം, തുടർച്ചയ്ക്ക് വലിയ പ്രയാസമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ എത്ര പേരെ കൊല്ലേണ്ടി വരുമായിരുന്നു.
ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ജയിലുകൾ നിറയുമായിരുന്നു. തീരെ കുട്ടിയായ ഒരു കുഞ്ഞിനുമേൽ ചേലാകർമ്മം അനുഷ്ഠിക്കാൻ കൂട്ടുനിൽക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന കുറ്റത്തിനാണ് അവരെ ശിക്ഷിച്ചിരിക്കുന്നത്. സ്ത്രീകളിൽ നടത്തുന്ന ചേലാകർമ്മത്തിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അറിയപ്പെടുന്ന ഒരു ശാസ്ത്ര വിഷയമാണെന്നും ജഡ്ജി ഓർമ്മിപ്പിച്ചു. 1985 നിരോധിച്ചതിന് ശേഷം വനിതകളിൽ ചേലാകർമ്മം നടത്തുന്നത് ബ്രിട്ടനിൽ കുറ്റകരമായ ഒരു കാര്യമാണ്. 2003 ഈ നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അനുസരിച്ച് ഇതിന് സഹായം നൽകുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒരേപോലെ തന്നെ ശിക്ഷിക്കപ്പെടും. ഈ നിയമത്തിന് കീഴിൽ ശിക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആമിന നൂർ. ഇതിനു മുമ്പ് ഈ നിയമത്തിന് കീഴിൽ ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുന്നത് 2019 കിഴക്കൻ ലണ്ടനിലെ വൾത്താം സ്റ്റോവിലുള്ള ഒരു ഉഗാണ്ടൻ വനിതയായിരുന്നു ഒരു പെൺകുട്ടിയിൽ ചേലാകർമ്മം നടത്തിയതിന് 11 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, 67 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മരിച്ച സംഭവം ഇക്കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതും കൊച്ചു കേരളക്കരയിലാണ്. ചേലാകർമ്മമെന്നും സുന്നത്തെന്നും ഒക്കെ പറയുന്ന ജനനേന്ദ്രിയത്തിലെ അഗ്രചർമ്മ ഛേദനം ഒരു കുഞ്ഞിന്റെ ജീവനാണ് എടുത്തത്. ഇടുക്കി കടയാളൂരിലാണ് ചേലാകർമ്മത്തെ തുടർന്ന് 67 ദിവസം പ്രായമായ കുഞ്ഞ് രക്തം വാർന്നു മരിച്ചത്. അടിവാട് പൈനായിൽ ഷമീർ നുസ്രത്ത് ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാളാണിത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുമ്പോഴാണ് കുഞ്ഞു മരിക്കുന്നത്. ജനുവരി 4 2024 നടന്ന ഈ സംഭവം എക്സ് മുസ്ലിങ്ങളും സ്വതന്ത്ര ചിന്തകരും കേരളത്തിലെ മാധ്യമ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവരാരും വാർത്ത കൊടുക്കാതെ, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ പേടിച്ച് വിറങ്ങലിച്ച് പിന്മാറുകയായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമമായ ടൈംസ് നൗ ആണ് ധൈര്യസമേതം ഈ വാർത്ത പുറത്തുവിട്ടത്. കാരണം എതിർഭാഗത്ത് മുസ്ലിങ്ങളാണ്. അവരുടെ ഇസ്ലാം മത വികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും. പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരു സർക്കാരിനോ ഒരു നിയമത്തിനോ ഒരു രാജ്യത്തിനോ ഒന്നും അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. 2004 ജനുവരി 2 രാവിലെ 8:30 വെങ്കിട്ടയിലെ നുസ്രത്തിന്റെ വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നടത്തിയത്. ഈ കാലഘട്ടത്തിലും വീട്ടിൽ വെച്ച് കുഞ്ഞുങ്ങളെ അഗ്രചർമ്മ ഛേദനം നടത്താൻ ഇവർക്ക് വല്ലാത്ത ധൈര്യം തന്നെയാണ്. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് മതമാണ്, അള്ളാഹു രക്ഷിക്കുമെന്ന വിശ്വാസമാണ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അടിവാട് പ്രവർത്തിച്ചു വന്ന സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ സുന്നത്ത് നടത്തിയത്. ഇയാൾ വർഷങ്ങളായി ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ചേലാകർമ്മം നിർവഹിച്ചു വരുന്നതായിട്ടാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ചടങ്ങ് പൂർത്തിയായി അധികം താമസിയാതെ കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. രക്തസ്രാവവും നിൽക്കുന്നില്ല. തുടർന്ന് ഉറ്റവർ അടിവാട് ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറെ കാണിച്ചിരുന്നു. പിറ്റേ ദിവസം കുട്ടിക്ക് ശ്വാസമുട്ടൽ വന്നു. വീട്ടുകാർ തൊടുപുഴയിലെ ചാഴിക്കാട് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. അപ്പോഴേക്കും ബ്ലീഡിങ്ങിനെ തുടർന്ന് കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. അതോടെ ഇവിടെ നിന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. അവിടെ ചികിത്സയിലായിരിക്കുമ്പോൾ 4 രാവിലെ 11:45 കുട്ടി മരിച്ചു. സംഭവത്തിൽ കാഞ്ഞാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 2023 നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനം കുട്ടികളെ ചേലാകർമ്മം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. സുന്നത്ത് അശാസ്ത്രീയവും നിയമവിരുദ്ധവും ഒരു അനാചാരവുമാണ് എന്നായിരുന്നു അവിടെ കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഹൈക്കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. സംഭവത്തിൽ ഹെലോ സാപ്പിയൻസ് എന്ന ശാസ്ത്ര സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനം ബാലാവകാശ കമ്മീഷന് പരാതി നൽകി. ഇസ്ലാമിക ജൂത വിശ്വാസത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ചേലാകർമ്മം എന്ന അഗ്രചർമ്മ ഛേദനം ഈ ആധുനിക സമൂഹത്തിന് വല്ലാത്ത തലവേദന തന്നെയാണ്. ഇത് അടിയന്തര പ്രാധാന്യം നൽകി നിർത്തലാക്കേണ്ടുന്ന ദുരാചാരമാണ്, ഒരു സംശയവുമില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് യുക്തിവാദികൾ മാത്രം വാദിച്ചതുകൊണ്ട് ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകുമെന്നല്ല. ആർക്കെങ്കിലും തലയ്ക്കൊരു വെളിച്ചം വീണാൽ അത്രയും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികളോട് ചെയ്യുന്ന നിർബന്ധമായ മതപരിവർത്തനവും ക്രൂരതയുമായി ഈ ചേലാകർമ്മത്തെ കണക്കാക്കണം. ഒരു വ്യക്തിയുടെ ലൈംഗിക അവയവത്തില് പരമപ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്ന 40,000-ത്തിലധികം സോഫ്റ്റ് ടച്ചിങ് നാഡീതന്തുക്കളുടെ സംഗമസ്ഥാനമായ ലിംഗാഗ്രത്തിന്റെ മൃദുലതയെയും സ്റ്റിമുലേഷൻ സിസ്റ്റത്തെയും കാത്തുസൂക്ഷിക്കുന്ന ശരീരഭാഗമാണ് കുട്ടികളിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്നത്. കണ്ണിനെ കൺപോള സംരക്ഷിക്കുന്നത് പോലെയുള്ള ധർമ്മമാണ് അഗ്രചർമ്മത്തിന്റെ. ഒരു കുഞ്ഞിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വകതിരിവെത്തുന്നതിനു മുമ്പ്, തിരിച്ചറിവെത്തുന്നതിനു മുമ്പ് അവനിൽ കത്തിവെക്കുന്നത് കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ്. അതിനെതിരെ മാതാപിതാക്കളെയാണ് ശിക്ഷിക്കേണ്ടത് മാതൃകാപരമായി. മുമ്പ് ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മുസ്ലിം മതവിശ്വാസത്തിലോ ഖുർആനിലോ സുന്നത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സത്യമാണ്. ഹദീസുകൾ ഖുർആനിലില്ല,
ഇനിയും പ്രവാചകൻ മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷം എഴുതി ഉണ്ടാക്കപ്പെട്ട ഹദീസ് പ്രകാരമാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് അഗ്രചർമ്മ ഛേദനമേറ്റു എന്നുള്ളതല്ലാത്ത മറ്റൊരു പിൻബലവും നൽകുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രാകൃതമായ നടപടി? ബാലാവകാശ കമ്മീഷനിൽ പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ സാക്ഷി പറയാൻ ഞങ്ങളിൽ എത്ര പേര് വരാൻ തയ്യാറാണ്? അതുകൊണ്ട് എയ്ഡ്സ് തടയുന്നതിൽ നിന്നടക്കം ചേലാകർമ്മത്തിന് വലിയ പങ്കുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തി എന്നാണ് ഇതിനെ അനുകൂലികൾ പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പേ മുറിച്ചു മാറ്റുന്നത് പോലെ, കൺപോള മുറിച്ചു മാറ്റിയാൽ കണ്ണിന്റെ സംരക്ഷണം ഇല്ലാതാകുന്നത് പോലെ ഇത്തരം കൃത്യങ്ങൾ അശാസ്ത്രീയമാണ്. ഇത് മതപരവുമല്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു മതവിഭാഗത്തിന് കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള അനുമതി നൽകലാണിത്. ഇതൊക്കെ നമ്മുടെ ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ നിന്നും ഇല്ലാതാക്കേണ്ടുന്ന സമയം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും പുരോഗമന സമൂഹം ഒരു അടിസ്ഥാനവും ഇല്ലാതെ സുന്നത്ത് എന്ന കർമ്മത്തിന്റെ പിന്നാലെ പോകുമ്പോൾ കുഞ്ഞുങ്ങളാണ് ബലിയാടുകളാക്കപ്പെടുന്നത്. നന്ദി.